ശബരിമലയിൽ പൈങ്കിനി ഉത്രം ഉത്സവത്തിന് കൊടിയേറി തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം. 10-ാം തീയതി പള്ളിവേട്ടയും 11-ാം തീയതി പമ്പയിൽ ആറാട്ടും നടക്കും. സന്നിധാനത്ത് നിന്നും മിഥുൻ തയ്യാറാക്കിയ ഈ റിപ്പോർട്ടോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ. ശബരിമല അയ്യപ്പസ്വാമിക്ക് ഇനി തിരുവുത്സവ നാളുകൾ. രാവിലെ 9:45 ശേഷമുള്ള മുഹൂർത്തത്തിൽ തന്ത്രി കണ്ഠരര് രാജീവര്, തന്ത്രി ബ്രഹ്മദത്തൻ, മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി എന്നിവർ ചേർന്ന് തൃക്കൊടിയേറ്റ് നാളെ മുതൽ ഉത്സവബലി തുടങ്ങും. ഏപ്രിൽ 10-നാണ് പള്ളിവേട്ട. 11-ാം തീയതി ആറാട്ട് നടക്കും. 11-ാം തീയതി രാവിലെ 9 മണിക്ക് ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് നിന്നും പമ്പയിലേക്ക് പുറപ്പെടും. രാവിലെ 11 മണിക്ക് പമ്പയിൽ ആറാട്ട്. 11 മണിക്ക് പമ്പയിൽ ആറാട്ടിന് ശേഷം വൈകിട്ട് 4 മണി വരെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ അയ്യപ്പസ്വാമിയെ എഴുന്നള്ളിച്ചിരുത്തും. അവിടെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ട്. വൈകിട്ട് 4 മണിക്ക് ആറാട്ട് ഘോഷയാത്ര പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് തിരിക്കും. വൈകിട്ട് ഘോഷയാത്ര സന്നിധാനത്ത് എത്തുന്നതോടുകൂടി 10 ദിവസത്തെ ഉത്സവത്തിന് പൂർത്തീകരണമാകും. കൊടിയിറങ്ങും. പിന്നീട് ഏപ്രിൽ 12-ാം തീയതി വിഷു മഹോത്സവത്തിന്റെ ഭാഗമായി നട തുറക്കും. ഏപ്രിൽ 14-ാം തീയതി രാവിലെ 4 മണി മുതൽ വിഷുക്കണി ദർശനമുണ്ട്. ഏപ്രിൽ 10-ന് ശേഷം വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങൾ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടും എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പ്രതീക്ഷിക്കുന്നത്. ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പുഷ്പാലങ്കൃതമായി ഏറ്റവും മനോഹരമായി നയനമനോഹരമായി അലങ്കരിച്ചിരിക്കുകയാണ് സന്നിധാനം. കൊടിമരച്ചുവട്ടിലും സോപാനത്തിന് സമീപവും ശ്രീകോവിലിനോട് അനുബന്ധിച്ച ഭാഗങ്ങളിലും ഫ്ലൈ ഓവറിലുമെല്ലാം പുഷ്പാലങ്കൃതമായിട്ട് ഏറ്റവും മനോഹരമായി സന്നിധാനം അലങ്കരിച്ചിരിക്കുന്നു. അയ്യന്റെ തിരുവുത്സവത്തിന് വേണ്ടി അലങ്കൃതമാക്കി മാറ്റിയിരിക്കുന്നു. മറ്റ് ക്ഷേത്ര കലകളും ക്ഷേത്ര ചടങ്ങുകളും കൂടിയ 10 ദിവസത്തെ ഉത്സവമാണ് ഇനിയുള്ള ഏപ്രിൽ 11 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്നത്. ഉത്സവം പൂർത്തിയായാലും വിഷുപൂജകൾ തുടരുന്നതിനാൽ ഈ മാസം 18 ദിവസമാണ് തുടർച്ചയായി നട തുറന്നിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നാളെ ഉത്സവബലി. 6-ാം തീയതി മുതൽ വിളക്കിനെഴുന്നള്ളിപ്പ്. ശ്രീഭൂതബലിക്ക് ശേഷം രാത്രിയിലാണ് വിളക്കിനെഴുന്നള്ളിപ്പ് ചടങ്ങ് നടക്കുന്നത്. 10-ാം തീയതി പള്ളിവേട്ട, 11-ാം തീയതി ആറാട്ട്. ഇങ്ങനെയാണ് ഉത്സവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചടങ്ങുകൾ. ഇനി ഉള്ള നാളുകൾ 10 ദിവസം ഏറ്റവും പുണ്യദായകമായിട്ടുള്ള ശബരിമല അയ്യപ്പ സ്വാമിയുടെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ദിവസങ്ങളാണ് എന്നുള്ളതുമുണ്ട്. ഇന്ന് ശബരിമലയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഇന്നലെ നട തുറന്നപ്പോഴും തിരക്ക് അനുഭവപ്പെട്ടില്ല. ഭക്തജനങ്ങൾക്കെല്ലാം സുഗമമായി 18-ാം പടി തൊട്ട് കയറി തൊട്ട് വണങ്ങി ദർശനം നടത്തുന്നതിനുള്ള സൗകര്യമുണ്ട്. ഫ്ലൈ ഓവർ ഒഴിവാക്കിക്കൊണ്ട് നേരിട്ടുള്ള ദർശന സംവിധാനമാണ് ഈ മാസവും പിന്തുടരുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ മീനം മാസത്തിൽ നട തുറന്നപ്പോൾ നടപ്പിലാക്കിയ അതേ രീതി തന്നെ ഇത്തവണയും പിന്തുടർന്ന് പോരുന്നു. കൂടുതൽ ഭക്തജനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഫ്ലൈ ഓവർ ഉപയോഗിക്കും. 50,000-ലധികം ഭക്തജനങ്ങൾ ദർശനത്തിന് എത്തിയാൽ 2 മിനിറ്റ് കൊണ്ട് ഫ്ലൈ ഓവർ സജ്ജമാക്കി ഫ്ലൈ ഓവറിലേക്ക് ഭക്തജനങ്ങളെ മാറ്റും എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ പരമാവധി ഭക്തജനങ്ങളെ നേരിട്ട് ദർശനം നടത്തുന്ന രീതി പിന്തുടരാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ശ്രമിക്കുന്നത്. എന്തായാലും തിരക്ക് നന്നേ കുറവാണ് ഈ ദിവസങ്ങളിൽ. ഇന്നലെയും ഇന്നുമായിട്ട് ഭക്തജനങ്ങൾക്ക് 18-ാം പടി തൊട്ട് വണങ്ങി ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തി സൗകര്യപൂർവ്വം സുഗമമായി അയ്യപ്പ ഭഗവാനെ ദർശിക്കുന്നതിനുള്ള ദിവസങ്ങളാണ്, മണിക്കൂറുകളാണ് ഈ 2 ദിവസങ്ങളിലായിട്ട് ഉള്ളത്. ഇനി തിരക്ക് പ്രതീക്ഷിക്കുന്നത് വിഷു അനുബന്ധമായിട്ടുള്ള ദിവസങ്ങളിൽ തിരക്ക് ഉണ്ടാകുമെന്നാണ് എന്തായാലും പ്രതീക്ഷിക്കുന്നത്. ആ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് ഈ തിരക്ക് വർദ്ധിക്കുന്ന ദിവസങ്ങളിൽ ക്രമീകരണങ്ങൾ വിപുലപ്പെടുത്തുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. സുഗമമായ ദർശനം സാധ്യമാകുന്ന ദിവസങ്ങൾ, സൗകര്യപൂർവ്വം പരമാവധി സമയം അയ്യപ്പ ഭഗവാനെ ദർശിക്കുന്നതിനുള്ള ദിവസങ്ങൾ. അങ്ങനെ അയ്യപ്പ ഭഗവാനെ കൺകുളിർക്കെ കണ്ട് തിരികെ മടങ്ങുന്നതിന്, ആനന്ദദായകമായിട്ട് തിരികെ മടങ്ങുന്നതിന് ഭക്തജനങ്ങൾക്ക് അവസരം സിദ്ധിച്ച മണിക്കൂറുകളാണ് ഇന്നലെയും ഇന്നും ആയിട്ട് സന്നിധാനത്ത് ഉള്ളത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ അജയ് നായർക്കൊപ്പം മിഥുൻ മുരളി.